والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة بعثون. നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. ഈ ആയത്ത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ പറഞ്ഞതിന് ശേഷം, നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല നമ്മൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ഈ സൃഷ്ടി, നമ്മുടെ ഈ ശരീരം, അല്ലാഹുവിൻ്റെ സൃഷ്ടിയായ ഈ ശരീരം, അത് എന്നും ശാശ്വതം. ഇതിൻ്റെ ഉത്തരത മനുഷ്യൻ ഭൂമിയിൽ ശാശ്വതമല്ല എന്നതാണ്. മനുഷ്യൻ മരിക്കും എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്താക്കിയത്, ഇപ്പോൾ മൃഗങ്ങൾക്ക് ഒരു വേദനത്തിൻ്റെ ആവശ്യമില്ല അല്ലെ. മൃഗങ്ങൾ ഒരു സൃഷ്ടിയല്ലേ, അതാണ് സൃഷ്ടിയല്ലേ മൃഗങ്ങൾ, ജന്തുജാലങ്ങൾ, ജീവജാലങ്ങൾ, പക്ഷികൾ, പറവകൾ, ഇതൊക്കെ അതാണ്. അതിന് ദുനിയാവിലെ ജീവിതമുള്ളൂ. അതിൻ്റെ ജീവിതം ഒറിജിനൽ ദുനിയാവിലെ ജീവിതമാണ്. അതിനുശേഷം അതിനൊരു പരലോകമോ അല്ലെങ്കിൽ ഒരു പാരത്തിൻ്റെ ജീവിതമൊന്നുമില്ല. അത് മണ്ണായി തീരുക എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് മണ്ണായി തീർന്നു, അതിലപ്പുറം മറ്റൊന്നുമില്ല. അതേ സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചാണ്. മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ പോകുന്നതാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല മരണത്തിന് ശേഷമുള്ള ലോകം ആർക്ക് പ്രയോജനപ്പെടും, ആരാണ് വിജയിക്കുക? മുഅ്മിനീങ്ങൾക്കാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ ഈ കാര്യം അല്ലാഹു പറഞ്ഞത്. നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം, അത് വളരെ മനോഹരമായ സൃഷ്ടിയാണ് എന്ന് അല്ലാഹു പറഞ്ഞതിന് ശേഷം, അല്ലാഹു തആല അനുഗ്രഹ സമ്പൂർണനായ അല്ലാഹു നൽകിയ അനുഗ്രഹം എല്ലാം തീർത്തു പോയി എന്നാണ് പറഞ്ഞത്. ഇന്നേ വരെ ഒരാളും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി പോയില്ല, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഒരാൾ പോയിട്ടില്ല. അപ്പോൾ മനുഷ്യന്റെ ജീവിതം, ഈ ഐഹിക ജീവിതം, അത് വളരെ നൈമിഷികമാണ്. മനുഷ്യൻ വരാൻ പോകുന്ന ജീവിതം പരസ്യം. ഇപ്പൊ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എവിടേക്കാണ്? ഏത് ലോകത്തേക്കാണ്? ആഖിറത്തിലേക്ക്. ഇതൊരു താൽക്കാലിക ജീവിതം. ഈ ജീവിതം കഴിഞ്ഞിട്ടുള്ള മയ്യത്തായി മരിച്ച് പോകും. പക്ഷെ ഇന്നക്കും ബാഗതായി അതിൽ 23 മുതൽ 31 വരെ ഉണ്ടായത്. 23 മുതൽ 31 വരെ സുമർ. 39ാമത്തെ സൂറത്താണ് സൂറത്ത് സുമർ. അതിലെ 23 മുതൽ 31 വരെ ആയത്തുകൾ. കണ്ടില്ല? ഒതുങ്ങി അവരും മരിക്കും. താങ്കളും മയ്യത്താകും, എല്ലാവരും മയ്യത്താകും. തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമ, പിന്നീട് ഖിയാമത്ത് നാളിൽ റബ്ബിക്കും, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ലൊരു ഗ്രന്ഥം ആവർത്തി
ഓർമ്മിച്ച് പറയുന്ന സാദൃശ്യമുള്ള വചനങ്ങളുള്ള നല്ല വർത്തമാനം, ഏറ്റവും സുന്ദരമായ മനോഹരമായ വർത്തമാനം ഇറക്കിയതാണ്. അതെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അറിയാം. ഇവിടെ ഞാൻ തദബ്ബുർ പറഞ്ഞുതരാം. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അല്ലെ, തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എപ്പോഴറിയാം? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് അല്ലെ. സംസാരം മോശമായ ഒരാളെ പറ്റി നമ്മൾ നല്ലതാണെന്ന് പറയും ഇല്ല. ഒരാളെ പ്രവൃത്തി നന്നാക്കണമെങ്കിൽ ആദ്യം നന്നാക്കേണ്ട സംസാരം. ഞാൻ ഇതുപോലെ ആവർത്തക്കുന്ന ഒരു കൗല സദീദൻ യുസ്ലിഹിലക്കും അങ്ങനെ നന്നാക്കണമെങ്കിൽ നല്ല വാക്ക് പറയണം അല്ലെ. അപ്പൊ നല്ല വർത്തമാനം അള്ളാഹു പറയുന്നത്. ഈ നല്ല വർത്തമാനം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ആരാണത്? അശ്രദ്ധ ഏറ്റവും നല്ല സൃഷ്ടിയായിട്ട് നമ്മൾ മാറുന്നത് അപ്പോഴാണ്. ശരി, അള്ളാഹു മനുഷ്യന് ഏറ്റവും നല്ല സൃഷ്ടിയാക്കാൻ ഒക്കെയുള്ള ഒരു ചാക്കിന്റെ ഉള്ളിൽ കുറെ നിറച്ച ഒരു സാധനമാണ് മനുഷ്യൻ അല്ലെ. ഇതിന്റെ ഉള്ളിലാണ്, ഈ തൊലിന്റെ ഉള്ളിലാണ് ഒക്കെ ഉള്ളത് അല്ലെ. മനുഷ്യന്റെ ഹൃദയം, തൊലി. ഒരാളെ പറ്റി നമ്മൾ പറയും ഭയങ്കര തൊലിക്കറ്റുള്ള മനുഷ്യനാണ്. റബ്ബിനെ പേടിക്കുന്ന ആളുകളുടെ അവർക്ക് അവരുടെ തൊലികളിൽ രോമാഞ്ചമുണ്ടാകും ഈ നല്ല വർത്തമാനം. എന്ന് മാത്രമല്ല, സുമ്മത്തലീനും ജുലൂദുഹും വഖുലൂബുഹും. ജുലൂദും തൊലിയും ഹൃദയങ്ങളും തലീന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. അള്ളാഹു എന്തിറക്കിയത്? വേദഗ്രന്ഥങ്ങൾ. എന്നിട്ട് അള്ളാഹു മനുഷ്യനെ മാറ്റിക്കളയും. അഫമൻ യത്തഖീ വജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. എന്നാൽ തൻ്റെ മുഖം കൊണ്ട് നാളെ പരലോകത്തെ ഖിയാമത്ത് നാളെ ഏറ്റവും മോശപ്പെട്ട ശിക്ഷയെ തടുക്കേണ്ടി വരുന്ന ഒരുത്തനും നേരത്തെ പറഞ്ഞ ഒരുത്തിന് സമാനമാണ്. അഫമൻ യത്തഖീ വജ്ഹിഹി സൂഅൽ അദാബ്, മുഖം കൊണ്ട് മോശപ്പെട്ട ശിക്ഷയെ തടുക്കേണ്ടി വരിക. മുഖം കൊണ്ട് മോശപ്പെട്ട ശിക്ഷയെ തടുക്കില്ല. അവനറിയാത്ത വിധത്തിലുള്ള ശിക്ഷ വന്നില്ല മനുഷ്യന്. പിന്നെ ഈ ഒരു ശരീരം വെച്ചിട്ട് ചെയ്യാത്ത ദുൽമൊന്നുമില്ല. ഈ ദുൽമ ചെയ്തപ്പോൾ അവർ പോലും ചിന്തിക്കാത്ത ഭാഗത്ത് കൂടി എന്ത് വന്നത്? ശിക്ഷ വന്നത്. ദുനിയാവിലെ അപമാനം, അതാണ് ദുനിയാവിലെ ശിക്ഷ. അവരാസ്വദിച്ചു. അതിന് വേണ്ടി തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു യജമാനന് കീഴിൽ അനുസരണയോടെ ജീവിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അധികം പറയാം. ഇന്നൊക്കെ മയ്യത്തും ഇനി ഒരു ആയത്തിൽ കൂടി നോക്കുക. സൂറത്ത് അൻആം പറയുക. അതിലെ 160 മുതൽ 165 വരെ. കണ്ടില്ല? 6-ാം അധ്യായം. അൻആം
അതിലൂടെയാണ് ആ റബ്ബിനെ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ദൗത്യം നമ്മൾ പൂർത്തിയാക്കും. അപ്പൊ ഈ അതിന്റെ അവസാനത്തായിട്ട് നോക്കി ഇപ്പൊ പടച്ചോൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അല്ലെ. എന്തിനാണ് ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അല്ലെ, വർഷങ്ങൾക്ക് ശേഷം തലമുറ വേറെ വരും, ഭൂമി ഉണ്ടെങ്കിൽ അല്ലെ, അതിനുശേഷം തലമുറ വരും. ഇപ്പൊ മനുഷ്യൻ ആദനവിനെ പടച്ചത് മുതൽ എത്ര മനുഷ്യന്മാർ തലമുറകൾ മാറി മാറിപ്പോയി അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ഖലീഫ, ഈ ഖലീഫന്റെ ബഹുവചന ഖലീഫമാർ, ഈ ഭൂമിയിൽ ഞാനിതാ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഖലീഫകളാണ്. അപ്പൊ മനുഷ്യൻ ഖലീഫ, ഈ ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരാക്കി അല്ല പറയാം കാലാകാലഘട്ടത്തിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ദർജ ഇന്ന റബ്ബക്ക സരീലിക്കാം. കുറേ കാലം കരുതിയായിരിക്കണ്ട, വളരെ വേഗം സൃഷ്ടി നടത്തില്ല. സരീലിക്കാവാണ് നിന്റെ റബ്ബ്. റഹീം, അതോടൊപ്പം നിന്റെ റബ്ബ് കൊടുക്കുന്നവന് കാര്യമായോടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങണം, തിരിച്ചു മടങ്ങണം, റബ്ബിലേക്ക് തിരിയണം. ഇനി ആദ്യം മുതൽ നോക്കി കേട്ടായിട്ട് ഒന്നാമത്തായിട്ട് എന്താണ് ഉണ്ടാവും? ഇല്ല, ഒട്ടും. ഇതൊക്കെ അള്ളാഹു നൽകുന്ന, നമുക്ക് നൽകുന്ന ഔദാര്യം. അതുകൊണ്ട് പോലും പറയും ഇങ്ങനെ അദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് എന്റെ നേരായ വഴിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ദീനൻ ഖിയാമൻ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഹനീഫായ ബഹുമാനസ്ഥനായ ഇബ്രാഹിമിന്റെ മില്ലത്താണ് എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നിസ്കാരം, എന്റെ മറ്റാരാധന കർമ്മങ്ങൾ. അതൊക്കെ ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അപ്പോൾ എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹ് സമർപ്പിക്കാം. അതാണ് ഈമാൻ മനുഷ്യൻ. അത് ഓർമ്മപ്പെടുത്താനാണ് എന്ത് പറഞ്ഞത്? ജീവിതം മാത്രമല്ല, മരിക്കും എന്നുള്ള പറയേണ്ട കാരണം. അതുകൊണ്ട് ചോദിക്കാം, ഞാൻ എന്റെ അള്ളാഹു അല്ലാത്ത ഒരാളെ വേറെ ഒന്നിനെ റബ്ബായി കണക്കാക്കി. ഒരാൾ എന്തെങ്കിലും തിന്മ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ ആ തെറ്റിന്റെ ഗൗരവം, ആ തെറ്റ് അവന് തന്നെയാണ്, അവന്റെ മേലാണ്. ഒരാൾ വാതിലത്ത് ാക്കി പ്രതിനിധികളാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ കടന്നു വരും. ആ വിഭാഗങ്ങൾക്ക് അവരുടേതായ ദൗത്യമുണ്ടാകും. ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അവർ മരണപ്പെട്ടു പോകും. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർ എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പം ഈ രണ്ട് സൂറത്ത് സുമറിലെയും സൂറത്ത് അൻആമിലെയും ആയത്തുകളാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ആയത്ത് ശഅബാൻ എത്രയും നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം ശഅബാൻ 16ആണ്. അപ്പോൾ റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഓരോ റമദാനും നമുക്കൊരു പുതിയ ജീവിതം തരാനുള്ളതാണ്. ഒരു വർഷം നമ്മൾ ജീവിച്ചു, ആ ഒരു വർഷത്തെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? റമദാൻ എന്ന വാക്കിന് അത് കരിക്കാണ്, കരിച്ച് കളയുക. അപ്പം നമ്മളെ പാപങ്ങളൊക്കെ കരിച്ച് കളയാൻ ഒരു ആയുസ്സിനെ റമദാൻ കിട്ടുന്ന ഭയങ്കര കാര്യം. അപ്പം എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇത് അമൂല്യമാണ്. അതുകൊണ്ട് അവരുടെ പരലോക രക്ഷപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഏകലോക രക്ഷപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കഷ്ടപ്പെടുന്നവനെ, പ്രയാസപ്പെടുന്നവനൊക്കെ സഹായിക്കാൻ, ഒരു കരള് മാറ്റി വെക്കാൻ 1 കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ മുതൽ 24 മണിക്കൂർ കൊണ്ട് 1.5 കോടി വീഴ്ച നാളെ നമ്മുടെ നാട്. അപ്പം അതിനൊക്കെ ആൾക്കാരുണ്ടാവും. അതിനൊക്കെ പക്ഷേ നരകത്തിൽ കണ്ടാൽ അവിടെ കിടക്കട്ടെ എന്ന് പറയുന്ന മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ പറയട്ടെ കിടക്കട്ടെ. ഒരാളെ പാവമാർ ഏറ്റെടുക്കൂല. അതെ, രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവില്ല പരലോകത്ത്. ഇന്ത്യാവിൽ കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ 10,000 ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. പക്ഷെ പരലോകത്തുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തായാലും, ഏറ്റവും വലിയ സമ്മാനം മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യണം. നമ്മുടെ മക്കൾ അല്ലാഹു സാലിഹായ മക്കളാക്കി കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ഒരുപാടിലും കച്ചവടത്തിലുമെല്ലാം അല്ലാഹു നിയമ